ഇത്തരത്തിലൊരു പരിപാടിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് മുന്നോട്ട് പോകുന്നു. നമ്മുടെ കോഴിക്കോടിന്റെ ചരിത്രം, ഹൈദരാലിയുടെ കടന്നുവരവും ആക്രമണവും അതുമായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോട് സാമൂതിരി അഗ്നിയിൽ അഭയം പ്രാപിച്ച് ആത്മാഹുതി ചെയ്തതും ഉൾപ്പെടെയുള്ള ചരിത്രം നമ്മുടെ ചരിത്ര വിദ്യാർത്ഥികൾ പാഠപുസ്തകങ്ങൾ പഠിക്കുന്നതിൽ ഉപരിയായിട്ട് നാം തിരിച്ചറിയേണ്ടതായിട്ടുള്ള ഒരുപാട് വസ്തുതകൾ, ഒരുപാട് നമ്മുടെ തലമുറകൾ കൈമാറി വന്ന ആ ഒരുപാട് അറിവുകൾ നമുക്ക് അനുഭവമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നു. നമ്മുടെ കേരളത്തിൻ്റെ എഴുതി പഠിപ്പിക്കാത്ത ചരിത്രമായിട്ട് നിലനിൽക്കുന്നു. അടുത്തു വന്ന മാറാട് കലാപത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് നടക്കുന്ന മത തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഒരുപക്ഷെ മാധ്യമങ്ങളിലൂടെ വന്ന വാർത്തകളിലൂടെ ഒക്കെ തന്നെ നമ്മുടെ വളർന്നു വരുന്ന തലമുറ കേട്ടറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ മനസ്സിലാക്കാത്ത കെട്ടുകഥകൾ എന്ന് ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള നമ്മുടെ കഴിഞ്ഞുപോയ കാലഘട്ടത്തെ നാം കൃത്യമായിട്ട് ഓർമ്മിച്ചെടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിലെ പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ പ്രവർത്തനങ്ങൾ അതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. കേരളത്തിൻ്റെ പുരോഗമനത്തിൻ്റെ കേന്ദ്രമാണ്, അല്ലെങ്കിൽ സൗഹാർദ്ദതയുടെ സ്നേഹത്തിൻ്റെ സങ്കേതമാണ് മലബാർ ജില്ലകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സ്വരുക്കൂട്ടുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു അവസരം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ചില മതസംഘടനകൾ ആസൂത്രിതമായിട്ട് വൈദേശിക ആശയങ്ങൾ പേറിക്കൊണ്ട് വൈദേശിക രാജ്യങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന പണം കൈപ്പറ്റിക്കൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതൊരു സത്യം തന്നെയാണ്. ക്ഷമിക്കണം ഇടയ്ക്ക് ഇടപെടുന്നതിന്. ഹരിയേട്ടൻ പറഞ്ഞതിൽ ഒരു വ്യത്യാസമുണ്ട്. അതായത് ഹരിയേട്ടൻ ആദ്യം പറഞ്ഞത് സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ മണ്ണാണ് മലബാർ എന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്തി നിൽക്കുന്നത് തീവ്രവാദത്തിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ മലബാർ മേഖലകളിൽ ജീവിക്കുന്ന ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും രൂപത്തിൽ ഈ മത തീവ്രവാദികൾ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടോ? അല്ല, ഈ അടുത്ത സമയത്ത് തന്നെ മലബാർ മേഖലയുടെ ഒരു ജില്ലയായിട്ടുള്ള മലപ്പുറം ജില്ലയിൽ നിന്ന് ആയുധ ശേഖരണം പിടിച്ചെടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് NIA കണ്ടെത്തിയ അന്വേഷണങ്ങൾ ഇതെല്ലാം നമ്മുടെ മാധ്യമങ്ങളുടെ പുറത്തു വരുന്നു. ഞാൻ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ സാഹോദര്യത്തിൻ്റെ കേന്ദ്രമാണ് മലബാർ ജില്ല എന്ന് പുറത്ത് നാം പ്രഖ്യാപിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളെ നമുക്ക് ചെറുതായി കാണാൻ സാധ്യമല്ല. ഞാൻ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. എല്ലാ മതങ്ങളിലും എല്ലാ വിശ്വാസികളിലും ഒരുപക്ഷെ രാഷ്ട്രസ്നേഹികൾ ഉണ്ടാവാം. എല്ലാ മതവിശ്വാസികളും ഈ രാഷ്ട്രത്തിനെതിരാണ് എന്നുള്ള വിശ്വാസം അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിനില്ല. പക്ഷേ രാഷ്ട്രസ്നേഹികളായിട്ടുള്ള ജനങ്ങൾ ജീവിക്കുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രവിരുദ്ധ ശക്തികൾ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ബോധപൂർവം പ്രവർത്തിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ആയുധ ശേഖരണത്തിന്റെ ആവശ്യകത അവിടെ ഉണ്ടായിരുന്നില്ല. NIA അത് കണ്ടെത്തി എന്നുള്ളത് അത് വസ്തുത തന്നെയാണ്. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കാശ്മീരിൽ പുൽവാമയിൽ നടന്ന ഭീകരാക്രമണം, അല്ലെങ്കിൽ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം, നമ്മുടെ കലിമ ചൊല്ലിച്ചിട്ട് കൊച്ചു കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച്, സ്ത്രീകളുടെ മുന്നിൽ വെച്ചിട്ട് കലിമ ചൊല്ലിച്ചിട്ട് മതം നോക്കിയിട്ട് നിറയൊഴിക്കുന്ന ഭീകരത, ആ ഭീകരത വർത്തമാന കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യമായിരുന്നില്ലേ? അത് ഒരു സത്യമാണ്. അത് നാളെ ഒരുപക്ഷെ നാളത്തെ തലമുറ ഇന്നും നമ്മൾ അതിനെ ഓർമ്മപ്പെടുത്തിയില്ല എങ്കിൽ, ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയില്ല എങ്കിൽ ഒരുപക്ഷെ അതെല്ലാം നാളെ കെട്ടുകഥകളാണ് എന്ന് വിശ്വസിച്ചു പോകും. പുൽവാമ, പഹൽഗാം, കുൽഗാം അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോ AHP എന്ന് പറയുന്ന സംഘടന കോഴിക്കോട് ഇങ്ങനെ ഒരു പരിപാടി, അതായത് ഓഗസ്റ്റ് 16 കോഴിക്കോട് തന്നെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ? എന്താണ് ഈ സംഘടനയുടെ ലക്ഷ്യം? അതാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത്. ഈ പുൽവാമയും പഹൽഗാമും ഒക്കെ അവിടെ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ, ഈ പുൽവാമയും പഹൽഗാമും ഒക്കെ നടന്നതിന് ശേഷം ഓരോ മതഭീകര സംഘടനകൾ, അത് ഈ രാജ്യത്തിന് പുറത്തുള്ള ശക്തികൾ നിയന്ത്രിക്കുന്ന ചില സംഘടനകൾ വന്നിട്ട് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. ഈ സംഘടനകൾ തന്നെയാണ് ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് മലബാർ മേഖലകളിൽ
ചില മതസംഘടനകളുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. ആ PFI പോലുള്ള സംഘടനകളെ നിയന്ത്രിക്കുന്ന സമയത്ത് അതിനു വേണ്ടിയിട്ട് ഫണ്ട് ഒഴുകിയെത്തിയതിന്റെ റെക്കോർഡുകൾ നമ്മുടെ എൻഫോഴ്സ്മെന്റും അതുപോലെ തന്നെ NIA ഒക്കെ പുറത്തുവിടുന്നു. അവര് ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന മറ്റു ചില ഒരുപക്ഷെ അവരുടെ ദൃഷ്ടിയിൽ ഹിന്ദു വർഗീയ പാർട്ടിക്കാരാണ്, അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിന്റെ സംഘടനകളാണെന്നൊക്കെ അവർ ആരോപിക്കുമ്പോഴും ആ സംഘടനകളിലെ നേതൃത്വത്തെ അപായപ്പെടുത്തണം, അവരെയെല്ലാം അപകടപ്പെടുത്തണം എന്ന് ബോധപൂർവം ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി വെച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചില മതസംഘടനകൾ വിദേശ രാജ്യത്തെ സഹായത്തോടു കൂടിയിട്ട് പരിശ്രമിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആ സംഘടനകൾ ഈ നാടിന്റെ ദേശീയതയെ തകർക്കുക എന്നുള്ള ഗൂഢലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ്. അതെന്താ ഹരിയേട്ടൻ അങ്ങനെ പറയുന്നത്? ഹിന്ദുക്കൾക്ക് മാത്രമേ രാജ്യസ്നേഹമുള്ളൂ? ഞാൻ ഈ ഭീകര സംഘടനകളെ അഡ്രസ്സ് ചെയ്തിട്ടാണ് സംസാരിച്ചത്. ഏതെങ്കിലും ഒരു മതപരമായിട്ടുള്ള, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഒരുപക്ഷെ എല്ലാ മതവിശ്വാസികളിലും രാഷ്ട്രസ്നേഹികൾ ഉണ്ടാവാം, എല്ലാ മതവിശ്വാസികളിലും ഈ രാഷ്ട്രത്തോട് കൂറുള്ള ജനതയുണ്ടാവാം. പക്ഷെ ആ ജനത അങ്ങനെ നിലനിൽക്കുമ്പോഴും തങ്ങളുടെ മതം അനുശാസിക്കുന്നത് ഈ രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധതയല്ല എന്ന് ബോധപൂർവം അവരുടെ മതവിശ്വാസികളെ പഠിപ്പിക്കുവാനും അവരെ തെറ്റിദ്ധരിപ്പിക്കുവാനും വേണ്ടിയിട്ട് ചില സംഘടനകൾ പരിശ്രമിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്തെങ്കിലും ഒന്ന് രണ്ട് ഇൻസിഡൻസ് ഒന്ന് പറയൂ. അത് പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമാണല്ലോ ഈ പഹൽഗാമില് പുൽവാമയും പഹൽഗാമും കുൽഗാമും ഒന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. കോഴിക്കോട് ഇങ്ങനെ ഒരു ഹിന്ദു മഹാസമ്മേളനം വെക്കണമെങ്കിൽ കോഴിക്കോട് വളരെ ഐക്യത്തിലും സന്തോഷത്തിലും സാഹോദര്യത്തിലും പോകുന്ന നാടാണ്. ഏറ്റവും കൂടുതൽ കലാകാരന്മാരെ സൃഷ്ടിച്ചിട്ടുള്ള നാടാണ്. ഈ കോഴിക്കോട് തന്നെ തെരഞ്ഞെടുക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ? നോക്കൂ, കോഴിക്കോട് മാറാട് കടപ്പുറത്ത് നമ്മുടെ മാധ്യമങ്ങള് യാദൃച്ഛികവശാൽ ഒരു തിരിച്ചുള്ള പ്രതികരണം എന്നുള്ള നിലയ്ക്ക് കൊലപാതകം നടന്നതാണ് എന്ന് പറയുമ്പോഴും മസ്ജിദിനുള്ളിൽ തൂക്കിയിരുന്ന കലണ്ടറിനകത്ത് മെയ് 2 എന്നുള്ളത് റൗണ്ട് ചെയ്ത് പ്രത്യേകിച്ച് എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടും ആ വിഷയം കഴിഞ്ഞതിന് ശേഷം ചെയ്ത കുറ്റവാളികൾ ആയുധവുമായിട്ട് ഓടി ഒളിച്ചത്, അഭയം പ്രാപിച്ചത് മാറാട് മസ്ജിദിനുള്ളിലാണ് എന്നുള്ളത് കൊണ്ടും അതിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്ന ഒരു സമൂഹവും അതിനെ തള്ളിപ്പറയാതെ നിൽക്കുന്ന മതനേതൃത്വവും ഇതൊക്കെ എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? ഒരിക്കൽ കൂടി അതുപോലെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകും എന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? അത്തരത്തിലുള്ള ഇൻസിഡന്റുകൾ ഉണ്ടാവുമ്പോഴല്ല നാം സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടത്. നാം ജീവിക്കുന്ന ഈ ഭൂപ്രദേശം, നമ്മുടെ മാതൃഭൂമി, നാം ജനിച്ച നമ്മുടെ ജന്മനാട്, ഈ നാട്ടിലാണ് നമുക്ക് സ്വസ്ഥമായിട്ട് ഇത്രയും അധികം സ്വതന്ത്രമായിട്ട് യാതൊരുവിധ ഭയപ്പാടുമില്ലാതെ ജീവിക്കാൻ സാധിക്കുന്നത്. ടീച്ചർ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ നാടിനെ മതത്തിന്റെ പേരിൽ എത്ര തവണയാണ് വേർപെടുത്തി വെട്ടിമുറിച്ച് ഖണ്ഡിതമാക്കിയിട്ടുള്ളത്? പാകിസ്ഥാൻ 47 ആഗസ്റ്റ് മാസം 14-ാം തീയതി അർദ്ധരാത്രി ഈ നാടിനെ രണ്ടായിട്ട് വെട്ടിമുറിച്ചു. 10 ലക്ഷത്തിലധികം വരുന്ന അഭയാർത്ഥികളെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല 2 ലക്ഷത്തിലധികം വരുന്ന മൃതശരീരങ്ങൾ ഡൽഹിയിലേക്ക് ട്രെയിനിൽ കയറ്റിവിടുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഈ നാടിന്റെ വിഭജനം പൂർത്തിയാകുന്ന സമയത്ത് ലക്ഷക്കണക്കിന് അഭയാർത്ഥികളെയും ലക്ഷക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത് മതത്തിന്റെ പേരിലാണ് എന്നുള്ളത് നാം മറന്നു പോകരുത്. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ രൂപപ്പെട്ടു, ബംഗ്ലാദേശ് രൂപപ്പെട്ടു. ബംഗ്ലാദേശിൽ ഈ അടുത്ത സമയത്ത് മാധ്യമങ്ങളിലൂടെ നാം കണ്ടതാണ്, സ്വൈര ജീവിതം സാധ്യമാകാത്ത ഭൂപ്രദേശങ്ങളായിട്ട് ഈ നാടിനെ വിഭജിച്ച് മുന്നോട്ട് പോകുന്ന പ്രദേശങ്ങളൊക്കെ മാറുമ്പോൾ ഇനിയും ഒരു വിഭജനം ഈ നാട്ടിൽ നടക്കാൻ പാടില്ല എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ നാടിന്റെ ദേശീയ ജനതയെ സംഘടിപ്പിച്ചുകൊണ്ട് ദേശീയതയെ ഊട്ടിയുറപ്പിക്കുന്ന ഈ നാടിനെ അമ്മയായി, ജന്മനാടായി, കർമ്മഭൂമിയായി, മോക്ഷഭൂമിയായി കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട്, ലക്ഷ്യത്തോടു കൂടിയിട്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുവാൻ ഒരു ദേശീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ബാധ്യതയാണ്. ആ ബാധ്യതയുടെ പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ. മുസ്ലിങ്ങൾ ഐക്യപ്പെടുന്നത് വല്ലാതെ നിങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ട്? ഒരിക്കലുമില്ല. ഈ നാടിന്റെ ദേശീയ മുസ്ലിം എന്നൊരു മുസ്ലിം വിഭാഗമുണ്ടെങ്കിൽ, ഈ നാടിനെ സ്നേഹിക്കുന്നവരാണ് മുസ്ലിം സമൂഹമെങ്കിൽ എന്തിനാണ് ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് അതിൽ അസ്വസ്ഥരാവേണ്ടത്? തീർച്ചയായിട്ടും അതില്ല. നിങ്ങളുടെ സംഘടനയിൽ തന്നെ ഹിന്ദു എന്ന പേരുണ്ട്. ഹിന്ദു എന്ന് പറയുന്നത് ഈ നാടിന്റെ സംസ്കാരമാണ്, അത് ഈ നാടിന്റെ ധർമ്മമാണ്. ഈ ഹിന്ദു എന്ന് പറയുന്ന ആ സംസ്കാരത്തിന്റെ പ്രത്യേകത എന്താണ്? ആ ധർമ്മത്തിന്റെ പ്രത്യേകത എന്താണ്?
ഹിന്ദു സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ മത നിയമങ്ങളും അടിച്ചേൽപ്പിക്കുന്നില്ല. വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കുവാനും, ആരാധിക്കാനും ആരാധിക്കാതിരിക്കുവാനും, എന്തിനേറെ പറയുന്നു ആരാധനയെ എതിർക്കുവാൻ പോലുമുള്ള അവകാശമുള്ള ഒരു ധർമ്മമാണ് ഹിന്ദു ധർമ്മം എന്നിരിക്കെ മറ്റു ഒരു സെമിറ്റിക് മതത്തെയും ഇതുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ നാടിന്റെ ഈ പറയുന്ന ഭരണഘടന പ്രദാനം ചെയ്യുന്ന ആ മതേതരത്വം, അത് നമ്മുടെ ഭരണകർത്താക്കളൊക്കെ ഭരണഘടനയിലൂടെ കിട്ടുന്ന മതേതരത്വം എന്ന് പറയുമ്പോഴും ഈ നാടിന്റെ ബഹുഭൂരിപക്ഷം വരുന്ന നമ്മുടെ ഈ സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള അടിസ്ഥാന ജനത, ആ ജനത വിശ്വസിക്കുന്ന നമ്മുടെ പൗരാണികർ പറഞ്ഞു വെച്ച വസുദൈവ കുടുംബകം, ലോകം ഒരു കുടുംബമാണ് എന്നുള്ള ചിന്താഗതി ലോകത്തെ സമസ്ത ജനവിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ പക്ഷിമൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കും സുഖമുണ്ടാകട്ടെ, ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രമാണം, ഇതിനെയൊക്കെ ആസ്പദമാക്കി മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമാണ് ഭാരതത്തിലുള്ളത്. ആ സമൂഹമാണ് ലോകത്തിനാകമാനം മാതൃക എന്നുള്ള നിലയ്ക്ക് ശാന്തിയും സമാധാനവും വിശ്വത്തിന് വെളിച്ചം വീശുന്ന തരത്തിൽ പ്രദാനം ചെയ്യുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ധർമ്മമാണ് ഹിന്ദു ധർമ്മം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ക്ഷേത്രത്തിൽ ഒരു മുസൽമാന് കയറാൻ പറ്റുമോ? അത് ആരാധന, ഓരോ ആരാധനാലയങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ചില രീതികളുണ്ട്. ഇപ്പോൾ ശബരിമലയെ കുറിച്ച് അടുത്തയിടെ വലിയ വിവാദമായിട്ടുള്ള വിഷയമാണ് ശബരിമലയെ സംബന്ധിച്ച്. ശബരിമലയിൽ നൈഷ്ഠിക ബ്രഹ്മചര്യമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ശബരിമലയുടെ പ്രവേശനത്തെക്കുറിച്ച്, ദർശനത്തെക്കുറിച്ച്, 41 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തെക്കുറിച്ചൊക്കെ അത് ആചാരപരമായിട്ടുള്ള ചില വ്യവസ്ഥകളുണ്ട്. ശരി ഹരിയേട്ട, ഞാൻ മതമില്ലാത്ത ആളാണ്, എന്നെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? മതമില്ലാത്ത ആളുകൾക്കും ഈ ധർമ്മത്തെ, നിങ്ങളുടെ ഈ സംഘടനയ്ക്ക് എന്നെ ഉൾക്കൊള്ളാൻ പറ്റുമോ? ഈ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തെ അംഗീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും, ഞാനൊരു രാഷ്ട്രസ്നേഹിയാണ്, രാഷ്ട്രസ്നേഹികളായിട്ടുള്ള ഈ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തെ അംഗീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വാഗതാർഹമാണ്. നമ്മുടെ സംഘടനയിൽ പ്രവർത്തിക്കാവുന്നതാണ്. ഈ ധർമ്മത്തിന് വേണ്ടിയിട്ട് നാം പ്രവർത്തിക്കുക, ധർമ്മത്തെ സംരക്ഷിക്കുക, ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് തന്നെയാണ് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട്. ഹേയ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടല്ലോ, നമ്മുടെ രാജ്യം ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ദാരിദ്ര്യമല്ല, വിദ്യാഭ്യാസമില്ലായ്മയല്ല, സാഹോദര്യത്തിന്റെ കുറവല്ല, സാമൂഹിക പരിഷ്കാരത്തിന്റെ കുറവല്ല, നവോത്ഥാനത്തിന്റെ കുറവല്ല, മറിച്ച് മത തീവ്രവാദം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ മതമാണു 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 മുഖ്യം എന്ന് പറഞ്ഞ് ആ മതത്തിനു വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറാകുന്ന ഒരു ജനതയെയാണ് ഒരു പക്ഷേ ഇദ്ദേഹത്തെ പോലെ, അതല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ പ്രതിനിധീകരിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ ഭയ ആശങ്കകളോടുകൂടി മുന്നോട്ട് പോകുന്നതിന് കാരണം. അതിന് കാര്യമില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം മതമാണ് എവിടെയും നിങ്ങൾ മാനദണ്ഡമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി മാറാടുണ്ടാകുമോ എന്ന് ഭയപ്പെട്ടാൽ അത് അരുതേ എന്ന് പറയാനോ അതല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകില്ല എന്ന് പറയാനോ നമുക്ക് കഴിയില്ല. പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞപ്പോഴാണ് കുൽഗാമിൽ 2 പേരോട് ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ വെള്ളം എടുക്കാൻ പോകുന്നു. ദീപക് മിശ്ര പുറത്തു നിൽക്കുന്നു. അദ്ദേഹത്തോട് ചോദിക്കുന്നു, എന്താണ് നിന്റെ പേര്? ദീപക്. ഒറ്റവെടി 2 പേരെ കൊല്ലുന്നു. അപ്പം ഇതുപോലത്തെ ഒരു സാഹചര്യം മലബാർ കലാപം പോലെ, അതല്ലെങ്കിൽ മാറാട് കലാപം പോലെ ഇനിയും മറ്റൊന്നുകൂടി ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇന്നലെ ഒരു ലോറി നിറയെ സ്ഫോടക വസ്തുക്കൾ മലപ്പുറത്ത് നിന്ന് പിടിച്ചെടുത്തത് ആരുടെ കയ്യിൽ നിന്നാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഇത്രയും സ്ഫോടക വസ്തു കേരളത്തെ മുഴുവനും കരിച്ചു കളയാവുന്ന രൂപത്തിലുള്ള ഇത്രയും ജലാസ്റ്റൻ സ്റ്റിക്കുകളൊക്കെ ആര് സൂക്ഷിച്ചു? എവിടെ നിന്ന് വന്നു? ആർക്കു വന്നു? ആർക്കെതിരെ പ്രയോഗിക്കാനാണ് വന്നത്? അതുകൊണ്ട് ഇത് എല്ലാവരും മനസ്സിലാക്കുക. ഞാൻ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ അതല്ലെങ്കിൽ ഇതര മതവിഭാഗമെന്നോ ഒന്നും പറയുന്നില്ല. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യം നാളെ ചുവപ്പിൽ മുങ്ങിയ വെള്ളത്തുണിയിൽ പുതപ്പിച്ച് ഓരോരുത്തരെയും കിടത്താതിരിക്കുന്നതിന് വേണ്ടി ഇത്തരം സംഘടിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ രാഷ്ട്രത്തിനു വേണ്ടി ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഈ 80ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാനും പറയുന്നു. നാളെ ഒരു വലിയ രൂപത്തിൽ ഒരു സമ്മേളനം നടക്കുന്നു. അതിനകത്ത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്ന, ഈ രാജ്യത്തിന്റെ സുസ്ഥിരതയും ബഹുസ്വരതയും ഇങ്ങനെ തന്നെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. നന്ദി.